നമസ്കാരം. എ ടു സെഡ് ചലഞ്ചിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. വെർബിൻ്റെ 5 രൂപങ്ങൾ, 5 ഫോംസ് ഓഫ് എ വെർബ്. ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തുടർന്ന് വരുന്ന ലെസൺസ് എല്ലാം ഈ വെർബിൻ്റെ 5 രൂപങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോസ് കാണുകയും ആവർത്തിച്ച് കാണുകയും സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും രൂപപ്പെട്ടാൽ അത് കമൻറ്റ് ബോക്സിൽ എന്നോട് അത് ചോദിച്ച് അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആദ്യം മുതലുള്ള വീഡിയോസ് ഒന്ന് കാണുകയും വേണം. കാരണം ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഒരു പ്രോഗ്രസ് അവകാശപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ, ഒരു ലൈക്ക്, പിന്നെ പരമാവധി ഷെയർ. എല്ലാവർക്കും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിലാണ് ഈ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടണം. അത് ഷെയറിങ്ങിലൂടെ മാത്രമേ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് പുതിയ 2 കാര്യങ്ങൾ, 2 വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് വളരെയധികം പ്രാധാന്യം ഇതിനുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഇത് കാണണം. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താൻ പര്യാപ്തമായ രീതിയിൽ മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ ബോർഡും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. നോട്ട് കുറിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത മറ്റു ഭാഷകളിൽ ഒന്നുമില്ല. നമ്മൾ നന്നായി മലയാളം സംസാരിക്കുന്നു. ഏതാനും ചില ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വ്യാകരണത്തിലേക്കൊന്നും കടന്നിട്ടില്ല എങ്കിൽ പോലും ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ അടുത്തറിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും വെർബും ഒരേ നമ്പർ ആയിരിക്കണം. അത് ഇംഗ്ലീഷ് ഭാഷയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആകണം. വെർബിന് സിംഗുലറോ പ്ലൂറലോ മറ്റു ഭാഷയിൽ ഒന്നുമില്ല. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അവൻ ഓടുന്നു എന്ന് പറഞ്ഞാലും, അവർ ഓടുന്നു എന്ന് പറഞ്ഞാലും, ഞാൻ ഓടുന്നു എന്ന് പറഞ്ഞാലും, ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിയാലും ഓടുന്നു എന്ന വാക്കിന് വ്യത്യാസം. ഇംഗ്ലീഷ് ഭാഷയിൽ അതങ്ങനെയല്ല. ദേ റൺ എന്ന് പറയും, ഐ റൺ എന്ന് പറയും, പക്ഷെ ഹി റൺസ് എന്ന് മാത്രമേ പറയൂ. റണ്ണും റൺസും അത് ബേസ് ഫോമും എസ് ഫോമുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വസ്തുത മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ആധികാരികമായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കടക്കും. അതിനു മുമ്പ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. അത് ഇംഗ്ലീഷ് ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. ഇത് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇന്നത്തെ പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു വെർബിന് 5 രൂപങ്ങൾ. ഏതൊക്കെയാണ്? ബേസ് ഫോം, എസ് ഫോം, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ING. INGക്ക് നമ്മൾ വേറൊരു പേരോട് നമ്മൾ പഠിച്ചിരുന്നു, പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതാണ് 5 രൂപം. ബേസ് ഫോം, എസ് ഫോം, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ING. ഓരോ സെൻറ്റൻസിലും അതിൻ്റെ സമയമനുസരിച്ച് ഓരോ തരത്തിലുള്ള ഈ 5-ൽ ഏതെങ്കിലും ഒരു രൂപമാണ് വരിക. ഈ 5-ൽ ഏതെങ്കിലും രൂപമല്ലാതെ 6ാമതൊരു രൂപം ഒരു സെൻറ്റൻസിലും ഉണ്ടാകുന്നില്ല. അത് നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിച്ചാലും മറ്റ് ആര് ഉപയോഗിച്ചാലും, ഇംഗ്ലീഷ് ഭാഷ എവിടെയൊക്കെ ഉപയോഗിച്ചാലും ഈ 5 രൂപത്തിലുള്ള വെർബ് മാത്രമല്ലാതെ മറ്റൊരു രൂപം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് തന്നെ ഒരു വ്യക്തതയാണ്. അത്രയും കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 5 രൂപത്തിൻ്റെ ഉപയോഗം പഠിച്ചു കഴിയുമ്പോൾ ഏറെക്കുറെ എല്ലാ സെൻറ്റൻസിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് വളരെ ലളിതമായതും അതോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആണ്. അതിൻ്റെ മൂവ്മെൻറ്റ്സും എല്ലാം, വാക്കുകളുടെ ചലനങ്ങളും എല്ലാം വളരെ ക്ലിയർ ആണ്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷേ മലയാളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 2 രൂപം മാത്രം എടുക്കുകയാണ്, ബേസ് ഫോം, എസ് ഫോം. ബാക്കിയെല്ലാം നമുക്ക് വിട്ടുകളയാം, തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാം. എന്താണ് ബേസ് ഫോം, എസ് ഫോം? ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ബേസ് ഫോമും എസ് ഫോമും രണ്ടും ഒന്ന് തന്നെയാണ് സമയത്തിൻ്റെ കാര്യത്തിൽ. ഓടുന്നു, പഠിക്കുന്നു, നടക്കുന്നു, അല്ലെങ്കിൽ ഓടാറുണ്ട്,
നടക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ബേസ് ഫോമും എസ് ഫോമും രണ്ടും പ്രസൻ്റ് ആണ്. അതുകൊണ്ട് രണ്ടിനെയും കൂടെ സമയവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ V1 അല്ലെങ്കിൽ വെർബ് 1 എന്ന് പറയും. പാസ്റ്റ് ടെൻസിനെ നമ്മൾ വെർബ് 2 എന്ന് പറയും, അതായത് V2 എന്ന് പറയും. പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ V3 എന്ന് പറയും. നമുക്ക് സംശയം തോന്നാം, ബേസ് ഫോം എസ് ഫോം രണ്ടല്ലേ, പിന്നെ എങ്ങനെയാണത് V1 ആകുന്നത്? രണ്ടും രണ്ടല്ലേ, V1 V2 അല്ലേ എന്ന് ചിന്തിക്കും. അല്ല, അത് പ്രസൻ്റ് ആണ്, രണ്ടും പ്രസൻ്റ് ആണ്. പിന്നെ ഏതൊക്കെ സെൻറ്റൻസിലാണ്, ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ബേസ് ഫോമും എസ് ഫോമും ഉപയോഗിക്കേണ്ടത്? ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പഠിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് വാചകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, തെറ്റുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ സെൻറ്റൻസിൻ്റെ കൃത്യമായ സ്ട്രക്ചർ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അല്ലാതെ ഏതെങ്കിലും കുറേ സെൻറ്റൻസ് നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് അവകാശപ്പെടാൻ പറ്റുകയില്ല. ഏതെങ്കിലും കാണാതെ പഠിച്ചു വെച്ചാൽ സെൻറ്റൻസ് ഒന്ന് ഉരുവിടാൻ നമുക്ക് പറ്റുമായിരിക്കാം. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും സമയബന്ധിതമായി കൃത്യമായ സെൻറ്റൻസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ പാറ്റേൺസ്, കൺസ്ട്രക്ഷൻസ് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം ബേസ് ഫോം എസ്. എന്തൊക്കെയാണ് ബേസ് ഫോമിൻ്റെയും എസ് ഫോമിൻ്റെയും പ്രത്യേകതകൾ? ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം. ഗോ, ഗോസ്. റൺ, റൺസ്. ടേക്ക്, ടേക്സ്. കം, കംസ്. നമുക്കറിയാമല്ലോ, എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ എസ് ചേർത്താണ് എസ് ഫോം ഉണ്ടാക്കുക. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് ഓർമ്മ വേണം, രണ്ടും സമയം ഒന്ന് തന്നെയാണ്, രണ്ടും പ്രസൻ്റ് ആണ്. പിന്നെ എന്താണ് വ്യത്യാസം? ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇംഗ്ലീഷിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നൗണിനോടുകൂടി എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ചേർത്താൽ അത് പ്ലൂറലായി മാറും. ബെഞ്ച്, ബെഞ്ചസ്. ചെയർ, ചെയേഴ്സ്. ബോയ്, ബോയ്സ്. ഗേൾ, ഗേൾസ്. എസ് ചേർത്ത് കഴിയുമ്പോൾ അത് പ്ലൂറൽ ആവും. പക്ഷേ വെർബിനെ സംബന്ധിച്ച് നേരെ തിരിഞ്ഞാണ്. അതായത് വെർബിൻ്റെ കൂടെ എസ്, ഇ എസ്, ഐ എസ് ഏതെങ്കിലും ഒന്ന് ചേർന്നാൽ അത് സിംഗുലറായി മാറും. അതാണ് നൗണും വെർബും തമ്മിലുള്ള വ്യത്യാസം. നൗണിനോടുകൂടി എസ് ചേർന്നാൽ പ്ലൂറൽ ആകും, വെർബിനോട് എസ് ചേർന്നാൽ സിംഗുലർ ആകും. ആ കാര്യം നിങ്ങൾ ഓർക്കുക. ഇതെല്ലാം നിങ്ങളുടെ നോട്ടിലൊന്ന് കുറിച്ച് വെക്കണം. എസ് ഫോം തേർഡ് പേഴ്സൺ സിംഗുലറിന് വേണ്ടി മാത്രം ജന്മം കൊണ്ടതാണ്. ഏതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില ടേംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തേർഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, അത്തരത്തിൽ ചില ടേംസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ടേംസ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് തേർഡ് പേഴ്സൺ? ഞാനും ഞങ്ങളും നീയും ഒഴികെ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തേർഡ് പേഴ്സൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഉൾപ്പെടെ തേർഡ് പേഴ്സൺ ആണ്. അത് സെലസ്റ്റിയൽ ബോഡീസ് ആകാം, അന്യഗ്രഹ വസ്തുക്കളും ആകാം, കാണാവുന്നതാകാം, കാണാൻ പാടില്ലാത്തതാകാം, നമുക്ക് തൊടാവുന്നതാകാം, തൊടാൻ പാടില്ലാത്തതാകാം. ഏതായിരുന്നാലും ഞാനും ഞങ്ങളും നീയുമല്ലേ, അത് തേർഡ് പേഴ്സൺ ആണ്. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. തേർഡ് പേഴ്സൺ സിംഗുലർ എന്നും തേർഡ് പേഴ്സൺ പ്ലൂറൽ എന്നും തിരിക്കാം. ഫസ്റ്റ് പേഴ്സൺ ഐ ആൻഡ് വി ആണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി ആണ്. സെക്കൻഡ് പേഴ്സൺ യു ആണ്. അത് ഏത് നമ്പർ ആയിരുന്നാലും, ഒരാളോട് പറഞ്ഞാലും പലരോട് പറഞ്ഞാലും യു തന്നെയാണ്. അതൊഴികെ ഞാനും ഞങ്ങളും നീയും അല്ലെങ്കിൽ നിങ്ങളും ഒഴികെയുള്ള ലോകത്തിലുള്ളതെല്ലാം തേർഡ് പേഴ്സൺ ആണ്. അതിൽ തന്നെ തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന വെർബിൻ്റെ രൂപമാണ് എസ് ഫോം. കുറിച്ച് വയ്ക്കണം, ഓർത്തിരിക്കണം. ആദ്യഘട്ടത്തിൽ ഇത് ഓർത്തിരിക്കുക, പിന്നീട് നമ്മൾ വോക്കൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്വന്തമാക്കും. അതിനു മുമ്പ് നിങ്ങളിത് ഓർത്തിരിക്കുക. തേർഡ് പേഴ്സൺ സിംഗുലറിന് വേണ്ടി മാത്രം ജന്മം കൊണ്ടതാണ് എസ് ഫോം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹി, ഷീ, ഇറ്റ്, ബോയ്, മദർ, ഫാദർ, ടീച്ചർ, ഡോക്ടർ, ഡോഗ്, എന്തായിരുന്നാലും പ്രപഞ്ചത്തിലുള്ള എന്ത്, എയർ, ലാമ്പ്, കർട്ടൻ, വിൻഡോ, ടേബിൾ, ചെയർ, ഇതെല്ലാം തേർഡ് പേഴ്സൺ സിംഗുലറാണ്. തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്നതാണ് വെർബിൻ്റെ എസ് ഫോം. ഇത് ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ, അത് ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നാലും സെക്കൻഡ് പേഴ്സൺ ആയിരുന്നാലും തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയിരുന്നാലും, എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഫസ്റ്റ് പേഴ്സൺ ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ പ്ലൂറൽ എന്ന് പറയുന്നത് ദേ ആകാം, ഫാദർ മാത്രമല്ല ഫാദർ ആൻഡ് മദർ ആകാം, വെറും ഒരു സിസ്റ്റർ അല്ല സിസ്റ്റേഴ്സ് ആകാം. സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. പോലീസ് മാൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, പോലീസ് മെൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. ടീച്ചർ തേർഡ് പേഴ്സൺ സിംഗുലറാണ്,
ടീച്ചേഴ്സ് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. ഇത്രയും മനസ്സിലാക്കുക. അപ്പോൾ എസ് ഫോം ജന്മം കൊണ്ടിരിക്കുന്നത് തേർഡ് പേഴ്സൺ സിംഗുലറിന് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും കൂടി വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ രണ്ട് വെർബ് മാത്രം നമുക്കൊന്ന് എടുത്ത് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഇത് ചേരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഈ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം ചേർത്തൊരു സെൻറ്റൻസ് പറഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്, അത് പഠിക്കാം. നമ്മൾ പറയാറുണ്ടല്ലോ, എന്നും പ്രസൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളെങ്ങനെയാണ് പറയാറുള്ളത്? ചെയ്യാറുണ്ട്, വരാറുണ്ട്, പറയാറുണ്ട്, കളിയാക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, നടക്കാറുണ്ട്, പാചകം ചെയ്യാറുണ്ട്, കള്ളം പറയാറുണ്ട്. ഇതെല്ലാം റുണ്ട് എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന എല്ലാ സെൻറ്റൻസിനും ഒരു പതിവിൻ്റെ സ്വഭാവമുണ്ട്. ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ പതിവിൻ്റെ സ്വഭാവമുണ്ട്. പട്ടി കുരയ്ക്കാറുണ്ട്. പട്ടി കുരയ്ക്കാറുണ്ടെന്ന് പറയുമ്പോൾ അതൊരു പതിവാണ്, അതൊരു സ്ഥിരം സ്വഭാവമാണ്. ഒരുപക്ഷെ 2 ദിവസമായിട്ട് പട്ടി കുരയ്ക്കുന്നില്ലായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും പട്ടിയുടെ സ്വഭാവം അതാണ്. അതുകൊണ്ട് നമ്മൾ അവസാനം 2 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് പറയുന്നത് റുണ്ട്. ആ പട്ടി സൂക്ഷിക്കണം, അത് കടിക്കാറുണ്ട്. അവൻ എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിൽ പോകാറുണ്ട്, അവൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. റുണ്ട് എന്ന് അവസാനിക്കുന്ന വാചകങ്ങളെല്ലാം അത് ഈ ബേസ് ഫോം എസ് ഫോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുക. അത് എല്ലാവർക്കും ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് ഞാൻ പറഞ്ഞ ഒരു എളുപ്പമാർഗമാണ് റുണ്ട് എന്ന് പറയുന്ന റുണ്ട്. ചെയ്യാറുണ്ട്, വരാറുണ്ട്, നോക്കാറുണ്ട്, നടക്കാറുണ്ട്, പോകാറുണ്ട്, കളിയാക്കാറുണ്ട്, വരയ്ക്കാറുണ്ട്, ഡാൻസ് ചെയ്യാറുണ്ട്. ഈ റുണ്ടിൽ അവസാനിക്കുന്നതിൻ്റെ ധ്വനി നമുക്കറിയാം, അതൊരു പതിവാണ്. അപ്പോൾ പതിവായ കാര്യം, റുട്ടീൻ നേച്ചർ ഉള്ള ഒരു കാര്യം പറയുവാൻ ഈ പറയുന്ന വെർബിൻ്റെ ബേസ് ഫോം എസ് ഫോം ഉപയോഗിക്കും. ഞാൻ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ പതിവ്, മറ്റൊന്ന് സ്വഭാവം, ഹാബിറ്റ്. അവൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകാറുണ്ട്. അവൻ എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട്. അതവൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഒന്ന് ഹാബിറ്റാണ്. ഹാബിറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. ഐ എക്സസൈസ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്, എൻ്റെ സ്വഭാവമാണത്. അതൊരു ഹാബിറ്റാണ്. ഇനി അത് റുട്ടീനായാലോ, പതിവ് കാര്യം പറയാനാണെങ്കിലോ, ഷീ ബ്രഷസ് ഹർ ടീത്ത് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കാറുണ്ട്. അതൊരു റുട്ടീനാണ്. അപ്പോൾ ഹാബിറ്റ് പറയാൻ ഉപയോഗിക്കാം. റുട്ടീൻ സ്വഭാവമുള്ള എല്ലാ ദിവസവും ചെയ്യാറുള്ള പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യം പറയാനും ഈ പറയുന്ന 2 വേർഡ്സാണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ വേർഡ് ഏതൊക്കെ സബ്ജക്റ്റിനോടാണെന്ന് നമ്മളിപ്പോൾ പഠിക്കും. മറ്റൊന്ന് ചില ഫാക്ട്സ്, ചില വസ്തുതകൾ. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു സയൻറ്റിഫിക് ഫാക്റ്റാണ്. അത് എവിടെയായിരുന്നാലും വെള്ളം തിളപ്പിച്ചാൽ ആ വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആവുമ്പോൾ തിളയ്ക്കും. അതൊരു ഫാക്റ്റാണ്. കൗ ഈറ്റ്സ് ഗ്രാസ്. അതൊരു ഫാക്റ്റാണ്. പശുവാണോ? അത് പുല്ല് തിന്നാറുണ്ട്. നമ്മൾ പുല്ല് തിന്നുന്നു എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ എങ്കിൽ പോലും തിന്നാറുണ്ട് എന്നാണ് അതിൻ്റെ ഒരു ബേസിക് നേച്ചർ, ആ സെൻറ്റൻസിൻ്റെ ഒരു മീനിങ്. മറ്റൊന്ന് ചില പ്രിഫറൻസ് പറയാൻ, എന്ന് പറഞ്ഞാൽ ചില താല്പര്യങ്ങൾ പറയാൻ. ഷീ ലൈക്സ് വാക്കിംഗ് ഇൻ ദ മോർണിംഗ്. ഷീ ലൈക്സ് വാക്കിംഗ് ഇൻ ദ മോർണിംഗ്. രാവിലെ നടക്കാനാണ് അവൾ ഇഷ്ടപ്പെടുന്നത്. ഹീ ലൈക്സ് റീഡിങ് ബുക്സ്. പുസ്തക വായന അവന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാ ദിവസവും ഒരു പ്രിഫറൻസ് ആണ്, അവളുടെ ഒരു താല്പര്യമാണ്. മറ്റൊന്ന് പെർമനൻറ്റ് സിറ്റുവേഷൻ, ഒരു സ്ഥിരം. ഹീ ലിവ്സ് ഇൻ ലണ്ടൻ. ഹീ ലിവ്സ് ഇൻ ലണ്ടൻ. അതൊരു സ്ഥിര കാര്യമാണ്, അവൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറയാനാണ്? ഒന്ന് ഹാബിറ്റ് പറയുവാനും, മറ്റൊന്ന് റുട്ടീൻ പറയുവാനും, മറ്റൊന്ന് പ്രിഫറൻസ് പറയുവാനും, പിന്നെ ചിലപ്പോൾ ഫാക്ട്സ് പറയുവാനും, അതായത് നിത്യസത്യമായ കാര്യം പറയുവാനും, അതുപോലെ തന്നെ ഒരു പെർമനൻ്റ് മാറ്റർ പറയുവാനും ഈ ബേസ് ഫോം എസ് ഫോം ഉപയോഗിക്കും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബേസ് ഫോമിൻ്റെ എസ് ഫോമിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കുന്ന ചില ടൈം എക്സ്പ്രഷൻസ് ഉണ്ട്, ചില സമയങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പതിവ്, യൂഷ്വലി, പതിവായി, യൂഷ്വലി, മിക്കപ്പോഴും, ഫ്രീക്വൻ്റ്ലി. അത് മിക്കപ്പോഴും ഇപ്പോൾ ഇറ്റ് റെയിൻസ് ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഈയിടെയായിട്ട് ഇപ്പം മിക്കപ്പോഴും മഴ പെയ്യാറുണ്ട്. അതൊരു സ്വഭാവമാണ്. ഇന്നലെ പെയ്തു, മിനിഞ്ഞാന്ന് പെയ്തില്ല, പക്ഷേ ഇന്നലെ പെയ്തു.
ഇന്നും പെയ്തില്ലെന്ന് കരുതുക, പക്ഷേ നാളെയും പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ദിവസവും തന്നെ മഴ ഉണ്ട്. അപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, പെയ്യാറുണ്ട്. അപ്പോൾ യൂഷ്വലി പറയാം, ഫ്രീക്വൻ്റ്ലി എന്ന് പറയാം, ഓഫൺ എന്ന് പറയാം, മിക്കപ്പോഴും ഓഫൺ, OFTEN, ഓഫൺ. പിന്നെ എവറി ഡേ, എവറി മൊമെൻറ്റ്, എവറി അവർ, എവറി മിനിറ്റ്, എവറി മന്ത്, ഇതെല്ലാം നമുക്ക് പറയാം. ഡെയിലി എന്ന് പറയാം, എല്ലാ ദിവസവും എന്ന് പറയാം. ഇത് ചില ടൈം എക്സ്പ്രഷൻസ് ആണ്. അതായത് ഈ 5 രൂപങ്ങളിൽ ബേസ് ഫോമും എസ് ഫോമും മാത്രം വരുമ്പോൾ ഉപയോഗിക്കുന്ന ചില ടൈം എക്സ്പ്രഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. വെർബിൻ്റെ ഈ 2 രൂപങ്ങൾ ഓർക്കുക, ബേസ് ഫോം, എസ് ഫോം. മറ്റൊന്ന് ഓർക്കുക, ടൈം എക്സ്പ്രഷൻസ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും നമ്മൾ ഓർത്താൽ നമുക്ക് പതിവുള്ള കാര്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാം. പോകാറുണ്ട്, നോക്കാറുണ്ട്, വരാറുണ്ട്, നിൽക്കാറുണ്ട്, നടക്കാറുണ്ട്, പാചകം ചെയ്യാറുണ്ട്, കളിയാക്കാറുണ്ട്, ചെയ്യാറുണ്ട്, നിർമ്മിക്കാറുണ്ട്. ഇത്തരത്തിൽ റുണ്ട് എന്ന് അവസാനിക്കുന്ന എല്ലാ സെൻറ്റൻസും പറയുവാൻ 2 വെർബിൻ്റെ രൂപം മതി. അത് ബേസ് ഫോം ആൻഡ് എസ് ഫോം. ഇനി എവിടെയാണ് ബേസ് ഫോം, എവിടെയാണ് എസ് ഫോം, അത് നമുക്ക് നോക്കാം എക്സാമ്പിൾസിലൂടെ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഐ ഈറ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ സെൻറ്റൻസിൻ്റെ ആദ്യ 2 ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഐ ഈറ്റ്. ഐ ഏത് കാറ്റഗറിയിൽ വരുന്ന സബ്ജക്റ്റാണ്? അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ മാത്രം എസ് ഫോം ഉപയോഗിക്കും, ബാക്കിയുള്ള എല്ലാ പേഴ്സൻ്റെയും കൂടെ ബേസ് ഫോം ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. എങ്ങനെ പറയും? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. അങ്ങനെയെങ്കിൽ അതേ സെൻറ്റൻസ് തന്നെ ഐ എന്ന സബ്ജക്റ്റിന് പകരം തേർഡ് പേഴ്സൺ സിംഗുലറായി ഹി ഉപയോഗിച്ചാൽ എന്ത് മാറ്റം വരും? ഹി ഈറ്റ്സ് എന്നായി മാറും. കാരണം എസ് ഫോം ആർക്കു വേണ്ടി ജന്മം കൊണ്ടിരിക്കുന്നതാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റുകൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും, പക്ഷേ ഹി ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഇത് ഇംഗ്ലീഷിൽ ഒരു ബേസിക് ആയിട്ടുള്ള അറിവാണ്. നമ്മൾ വാതുറക്കം തന്നെ ഹി ഈറ്റ് എന്ന് പറഞ്ഞു പോയാൽ ആ സെൻറ്റൻസ് തെറ്റാണ്. അത് ആ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി റോങ് ആണ്. അത് മാത്രമല്ല ആ സെൻറ്റൻസിന് നിലനിൽപ്പില്ല. അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ലെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഐ ഈറ്റ്, ഹി ഈറ്റ്സ്. ഇത് നിങ്ങൾ വോക്കൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തമാക്കണം. വോക്കൽ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കണം. നമ്മുടെ വോക്കൽ ഓർഗൻസിലേക്ക് ഇത് ഇമ്പോസ് ചെയ്യണം, ഇത് അടിച്ചേൽപ്പിക്കണം. എങ്ങനെ പറയാം? ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. പക്ഷേ എങ്ങനെ പറയും? ഹി ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. അപ്പോൾ ഐ ഈറ്റ്, ഹി ഈറ്റ്സ്. ഐ ഈറ്റ്, ഹി ഈറ്റ്സ്. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ആ തേർഡ് പേഴ്സൺ സിംഗിളിലൂടെ എസ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. സമ്മർ ഹോളിഡേയ്സ് എൻ്റെ കൂട്ടുകാർ ആസ്വദിക്കാറുണ്ട്. മൈ ഫ്രണ്ട്സ് എൻജോയ് സമ്മർ ഹോളിഡേയ്സ്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ആരാണ് ആസ്വദിക്കുന്നത്? മൈ ഫ്രണ്ട്സ്. മൈ ഫ്രണ്ട്സ്. ഈ ഫ്രണ്ട്സ് ഏത് കാറ്റഗറിയിൽ വരുന്ന സബ്ജക്റ്റാണ്? അത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. നമുക്കറിയാമല്ലോ, തേർഡ് പേഴ്സൺ സിംഗുലറിലൂടെ മാത്രം എസ് ഫോം. പക്ഷേ ഇത് തേർഡ് പേഴ്സൺ പ്ലൂറൽ ആയതുകൊണ്ട് എങ്ങനെ പറയും? മൈ ഫ്രണ്ട്സ് എൻജോയ്സ് എന്ന് പറയുമോ, എൻജോയ് എന്ന് പറയുമോ? ഒരു സംശയം വേണ്ട, അത് എൻജോയ് എന്ന് മാത്രമേ പറയൂ. കാരണം മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. അത് ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ പറയാം? മൈ ഫ്രണ്ട്സ് എൻജോയ് മിഡ് സമ്മർ ഹോളിഡേയ്സ്. പക്ഷേ ഒരു കൂട്ടുകാരനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിലോ മൈ ഫ്രണ്ട് എൻജോയ്സ് എന്ന് പറയും. കാരണം മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏത് കാറ്റഗറി വരും? അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഒരിക്കൽ കൂടി പറയാം, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിനോട് മാത്രം എസ് ഫോം ഉപയോഗിക്കും. യു വർക്ക് ഹാർഡ്. നീ നന്നായി കഠിനാധ്വാനം ചെയ്യാറുണ്ട്. യു വർക്ക് ഹാർഡ്. വർക്ക്സ് എന്നല്ല അവിടെ പറഞ്ഞത്, വർക്ക് എന്നാണ് പറഞ്ഞത്. അവിടെ എന്താണ്? അത് സെക്കൻഡ് പേഴ്സൺ ആണ്. യു തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലല്ലോ, അത് സെക്കൻഡ് പേഴ്സൺ അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെ പറയും? യു വർക്ക് ഹാർഡ് എന്നാണ്. വെറുതെ പോലും നമ്മുടെ വായിൽ വരാൻ പാടില്ല യു വർക്ക്സ് എന്ന് വരാൻ പാടില്ല. യു വർക്ക് ഹാർഡ്. നീ നന്നായി കഠിനമായി അധ്വാനിക്കാറുണ്ട്. പക്ഷേ നിന്റെ സ്ഥാനത്ത് നിന്റെ സുഹൃത്താണെങ്കിലോ അല്ലെങ്കിൽ നിന്റെ സിസ്റ്റർ ആണെങ്കിലോ യുവർ സിസ്റ്റർ, അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. യുവർ സിസ്റ്റർ, നിന്റെ സഹോദരി വർക്ക്സ് ഹാർഡ്. വർക്ക്സ് ഹാർഡ് അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. യുവർ സിസ്റ്റർ എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് വർക്ക്സ് എന്നാണ് പറയുന്നത്. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? തേർഡ് പേഴ്സൺ സിംഗുലറിലൂടെ മാത്രം എസ് ഫോം. മറ്റൊരു സെൻറ്റൻസ് കൂടെ നോക്കാം. വി ഗോ ടു ദ ജിം എവറി മോർണിംഗ്. ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വി ഗോ ടു ദ ജിം എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ ജിമ്മിൽ പോകാറുണ്ട്. അത് വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലാണ്. അത് ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. അത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലല്ലോ, അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അതുകൊണ്ട് വി ഗോ എന്നാണ് പറയുന്നത്. വി ഗോ ടു ദ ജിം എവറി മോർണിംഗ്.
അങ്ങനെയെങ്കിൽ സബ്ജക്റ്റ് ഒന്ന് മാറിയാലോ, തേർഡ് പേഴ്സൺ സിംഗുലർ ആയാലോ. മിസ്റ്റർ റോബർട്ട് ആയിക്കോട്ടെ. മിസ്റ്റർ റോബർട്ട് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അത് ഞാനല്ല, ഞങ്ങളല്ല, നീയുമല്ല, തേർഡ് പേഴ്സൺ പ്ലൂറലുമല്ല, ഒരാളെ ഉള്ളൂ, മിസ്റ്റർ റോബർട്ട്. അതെങ്ങനെ പറയും? ഗോ ആണോ ഗോസ് ആണോ നമ്മൾ ഉപയോഗിക്കുക? മിസ്റ്റർ റോബർട്ട് ഗോസ് ടു ദ ജിം എവറി മോർണിംഗ്. മിസ്റ്റർ റോബർട്ട് ഗോസ് ടു ദ ജിം എവറി മോർണിംഗ്. ഇതൊന്ന് പറഞ്ഞു പഠിക്കുക. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു പഠിക്കാം. മിസ്റ്റർ റോബർട്ട് ഗോസ് ടു ദ ജിം എവറി മോർണിംഗ്. മിസ്റ്റർ റോബർട്ട് ഗോസ് ടു ദ ജിം. ഒരു കാരണവശാലും ഗോ എന്ന് പറയാൻ പാടില്ല, കാരണം അത് സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. മിസ്റ്റർ റോബർട്ട് ഗോസ് ടു ദ ജിം എവറി മോർണിംഗ്. ദ ബിലീവേഴ്സ് അറൈവ് അറ്റ് ദ ടെമ്പിൾ ഏർലി ഇൻ ദ മോർണിംഗ്. വിശ്വാസികൾ അമ്പലത്തിൽ അതിരാവിലെ എത്താറുണ്ട്. പതിവാണത്. ആ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികൾ എത്തും. ദ ബിലീവേഴ്സ് അത് തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും? അറൈവ് എന്നേ പറയൂ. ദ ബിലീവേഴ്സ് അറൈവ് അറ്റ് ദ ടെമ്പിൾ ഏർലി ഇൻ ദ മോർണിംഗ്. പക്ഷേ ആ ബിലീവേഴ്സ് എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ പ്ലൂറലാണ്. അത് തേർഡ് പേഴ്സൺ സിംഗുലറായി മാറിയാൽ എന്ത് മാറ്റം അവിടെ ഉണ്ടാവും? ദ ബിലീവർ വിശ്വാസി അറൈവ്സ് എന്നേ പറയൂ. ആ തേർഡ് പേഴ്സൺ സിംഗുലറാണ്. അറൈവ്സ് അറ്റ് ദ ടെമ്പിൾ ഏർലി ഇൻ ദ മോർണിംഗ്. വ്യത്യാസം മനസ്സിലായല്ലോ. ദ പോലീസ്മെൻ കീപ് ലോ ആൻഡ് ഓർഡർ. ദ പോലീസ്മെൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരാണ്. അത് സിംഗുലർ അല്ല, അത് പ്ലൂറലാണ്. കീപ്പ് ബേസ് ഫോമാണ്, ലോ ആൻഡ് ഓർഡർ. പക്ഷേ അതൊരു പോലീസുകാരൻ മാത്രമായി മാറിയാലോ? ദ പോലീസ്മാൻ എന്നായി കഴിഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. കീപ്സ് എന്നേ പറയൂ. ദ പോലീസ്മാൻ കീപ്സ് ലോ ആൻഡ് ഓർഡർ. യു ലൈക്ക് മ്യൂസിക്. നീ സംഗീതം ഇഷ്ടപ്പെടാറുണ്ട്. ആ സ്ഥാനത്ത് അതിൻ്റെ സിംഗുലർ സബ്ജക്റ്റായി മാറിക്കഴിഞ്ഞാലോ? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റായി മാറിക്കഴിയുമ്പോൾ ഹി ലൈക്സ് മ്യൂസിക്, അല്ലെങ്കിൽ മിസ്സിസ് ഉഷ ലൈക്സ് മ്യൂസിക്. ആ എസ് ഫോം ബേസ് ഫോം വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്ലാന്റ്സ് ഗ്രോ ഇൻ സോയിൽ. ചെടികൾ മണ്ണിൽ വളരുന്നു. അതൊരു ഫാക്റ്റാണ്. ചെടികൾ മണ്ണിൽ വളരുന്നു. ഇവിടെ ചെടികൾ എന്ന് പറഞ്ഞതുകൊണ്ട് പ്ലൂറൽ ആയതുകൊണ്ട് എന്താണ്? അത് പ്ലൂറൽ സബ്ജക്റ്റിനോട് പ്ലൂറൽ വെർബ് തന്നെയാണ്. പ്ലാന്റ്സ് ഗ്രോ എന്നേ പറയൂ. പക്ഷേ ദ പ്ലാന്റ് എന്ന് മാത്രമാണെങ്കിലോ അത് സിംഗുലർ ആണ്, ഗ്രോസ് എന്നാണ് പറയുക. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എല്ലാം നിങ്ങളൊന്ന് പറഞ്ഞ് വോക്കൽ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കണം. I go, we go, you go, they go, my father goes, he goes, she goes, my sister goes, doctor goes. തേർഡ് പേഴ്സൺ സിംഗുലറിനോട് മാത്രം എസ് ഫോം. അപ്പോൾ നമ്മൾ ഈ വെർബിൻ്റെ 5 രൂപങ്ങളിൽ ബാക്കി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ 2 രൂപത്തെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഉപയോഗമാണ് പഠിച്ചത്. ഒരിക്കൽ കൂടി ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പതിവുള്ള കാര്യം പറയാൻ, ചില പ്രിഫറൻസുകൾ, ചില താല്പര്യങ്ങൾ പറയാൻ, റുട്ടീൻ സ്വഭാവമുള്ള ചില പ്രവർത്തനങ്ങൾ, എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ചില സ്വഭാവങ്ങൾ പറയാനായിട്ട്, ചില ഫാക്ട്സ് പറയാനായിട്ട്, ചില പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റർ പറയാനായിട്ട് ഒക്കെയാണ് ഇത് ഉപയോഗിക്കുക. അത് റുണ്ട് എന്ന മലയാളത്തിലാണെങ്കിൽ ചെയ്യാറുണ്ട്, വരാറുണ്ട്, നോക്കാറുണ്ട്, നടക്കാറുണ്ട്. റുണ്ട് എന്ന് പറയുന്നത് അവസാനിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതൊരു പതിവ് കാര്യമാണ്. അതിനുവേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ബേസ് ഫോം എസ് ഫോം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കാര്യം പറയാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചില ടൈം എക്സ്പ്രഷൻ അത് നമ്മൾ പഠിച്ചിരിക്കണം. യൂഷ്വലി, ഫ്രീക്വൻ്റ്ലി, എവറി ഡേ, ഓഫൺ, എവറി മന്ത്, എവറി ഇയർ, ഡെയിലി. വൺസ് എ വീക്ക് എന്ന് പറയാം, ആഴ്ചയിലൊന്ന്, അതും പതിവാണല്ലോ. വൺസ് എ മന്ത് എന്ന് പറയാം, മാസത്തിലൊരിക്കൽ, അതും പതിവാണല്ലോ. അപ്പോൾ പതിവിൻ്റെ സ്വഭാവമുള്ളതല്ല, ചില പ്രകൃതി സത്യങ്ങളുടെ സ്വഭാവമുള്ളതല്ല, ഫാക്ട്സ്, അതെല്ലാം ഈ പറയുന്ന 2 വേർഡ് കൊണ്ട് മാത്രമാണ്, ബേസ് ഫോം എസ് ഫോം കൊണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ പഠിക്കണം. ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും, കൃത്യമായ ഭാഷ എഴുതാനായിട്ടും നമുക്ക് സാധിക്കും. അതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റിൻ്റെ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ പ്ലൂറൽ വെർബ്. പക്ഷേ റുണ്ട് പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യം പറയാൻ റുണ്ട് എന്നാണ് മലയാളത്തിൽ അവസാനിക്കുന്നത്. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസ് ഫോം എസ് ഫോം മാത്രമാണ്. ഈ കാര്യം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കൃത്യമായി പഠിക്കണം. പുറകോട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണണം. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ എന്നോടൊപ്പം നിങ്ങൾ വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പഠിക്കണം, എല്ലാവരും ഇംഗ്ലീഷിൽ മാസ്റ്ററി ആർജിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് പുറകോട്ട് പോയി വീണ്ടും ഒന്ന് കാണണം, നോട്ട് കുറിക്കണം. ഇതിൻ്റെ ബാക്കി ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗവുമായി
നമ്മളിനി സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇനി സംസാര ഭാഷയിലേക്ക് നമ്മൾ കടക്കും. എല്ലാ ദിവസവും ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കും. അതിനെല്ലാമായിട്ട് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. എന്നോടൊപ്പം നിങ്ങളൊന്ന് ഒരു ട്യൂൺഡ് ആയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.